ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. വെൽത്തി ലൈഫിന്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെപ്റ്റംബർ മാസത്തിലെ രണ്ടാമത്തെ IPO ആയ റൗട്ട് മൊബൈലിന്റെ IPO കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുൻപുള്ള വീഡിയോയിൽ നമ്മൾ ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് എന്ന IT ആൻഡ് ഡിജിറ്റൽ സർവീസിംഗ് കമ്പനിയുടെ IPO കുറിച്ചുള്ള ഡീറ്റെയിൽഡ് അനാലിസിസ് നടത്തിയിരുന്നു. അതിന്റെ ലിങ്ക് ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതോടൊപ്പം തന്നെ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ IPO ഡീറ്റെയിൽസ് എന്ന പ്ലേലിസ്റ്റിലും അവൈലബിൾ ആണ്. ഇനി വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റന്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. റൗട്ട് മൊബൈൽ ഒരു A2P സർവീസ് പ്രൊവൈഡർ കമ്പനിയാണ്. A2P സർവീസ് പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ടു പേഴ്സണൽ സർവീസ് പ്രൊവൈഡർ കമ്പനി. നമ്മളുടെ മൊബൈലിൽ പല തരത്തിലുള്ള നോൺ റിപ്ലൈ ടൈപ്പ് മെസ്സേജുകൾ വരാറുണ്ട്. ഉദാഹരണത്തിന് ചില മെസ്സേജുകൾ മൊബൈൽ നെറ്റ്വർക്ക് കമ്പനിയുടെ സൈഡിൽ നിന്നാവാം, ചില മെസ്സേജുകൾ ഇൻഷുറൻസ് കമ്പനികളുടെ സൈഡിൽ നിന്നുള്ള ഇൻഷുറൻസ് അലർട്ടുകളാവാം, ചിലപ്പോൾ നമ്മളുടെ ഇമെയിൽ ID-യിൽ പല വിധത്തിലുള്ള പരസ്യ ഇമെയിലുകൾ വരാറുണ്ട്. ഇതെല്ലാം ജനറേറ്റ് ചെയ്യുന്നതും ഹാൻഡിൽ ചെയ്യുന്നതും A2P സർവീസ് പ്രൊവൈഡർ കമ്പനികളാണ്. റൗട്ട് മൊബൈലും അതേ കണക്ക് ഒരു A2P സർവീസ് പ്രൊവൈഡർ കമ്പനിയാണ്. ഈ കമ്പനി പ്രധാനമായും 3 ബിസിനസ് സെഗ്മെന്റുകളിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്: എന്റർപ്രൈസസ്, മൊബൈൽ ഓപ്പറേറ്റർ ആൻഡ് BPO സർവീസസ്. ഇനി എന്റർപ്രൈസസ് സെഗ്മെന്റിൽ ഈ കമ്പനി ഒരു വലിയ എന്റർപ്രൈസസും അതിന്റെ കൺസ്യൂമേഴ്സിനും ഇടയ്ക്ക് ഒരു ക്ലൗഡ് കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി മൊബൈൽ ഓപ്പറേറ്റർ റോൾ നോക്കുകയാണെങ്കിൽ മൊബൈൽ ഓപ്പറേറ്റർ റോളിൽ ഈ കമ്പനി അതിന്റെ വിവിധ SMS-കളുടെ അനാലിസിസ്, അതോടൊപ്പം തന്നെ ഫിൽറ്ററിംഗ്, ഹബ്ബിംഗ് സൊല്യൂഷൻസ്, മോണിറ്റൈസേഷൻ തുടങ്ങിയ വർക്കുകളാണ് ചെയ്യുന്നത്. BPO അല്ലെങ്കിൽ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് ഈ കമ്പനി വിവിധ കമ്പനികളുടെ BPO സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ക്ലയന്റ് സപ്പോർട്ട്, ടെക്നിക്കൽ സപ്പോർട്ട്, ബുക്കിംഗ്, കളക്ഷൻ സർവീസ് എന്നിവയെല്ലാം ഉൾപ്പെടും. കമ്പനിയെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടുകളിലേക്ക് കിടക്കാം. കമ്പനിക്ക് 800-ലധികം നെറ്റ്വർക്ക് ഓപ്പറേറ്റേഴ്സും 255-ലധികം ഡയറക്ട് കണക്ഷൻസും ഉണ്ട്. കമ്പനിക്ക് 7 ഡേറ്റാ സെന്ററുകൾ വിവിധ സ്ട്രാറ്റജിക് ലൊക്കേഷനുകളിലായിട്ട് ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. 4 SMS സെന്ററുകളും ഉണ്ട്. കൂടാതെ കമ്പനി 5 ബില്യൺ മെസ്സേജ് പെർ മന്ത് എന്ന നിരക്കിലാണ് കമ്പനിയുടെ മെസ്സേജ് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി. അതുവഴി കമ്പനി 31 ബില്യൺ ട്രാൻസാക്ഷൻ ആണ് 2019-2020 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി നടത്തിയത്. കമ്പനിയുടെ ഡയറക്ട് ക്ലയൻസ് നോക്കുകയാണെങ്കിൽ 30,150 ഡയറക്ട് ക്ലയൻസ് ആണുള്ളത്. കൂടാതെ കമ്പനി 19 രാജ്യങ്ങളിലായിട്ട് അതിന്റെ ലൊക്കേഷൻസ് ഉണ്ട്. ഇത് പ്രധാനമായിട്ടും ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, നോർത്ത് അമേരിക്ക എന്നീ കോണ്ടിനെന്റ്സുകളിലാണ് കമ്പനിയുടെ പ്രസൻസ് ഉള്ളത്. ഇനി കമ്പനിയുടെ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് നോക്കുകയാണെങ്കിൽ 318 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് നമ്മൾക്ക് കുറവായിട്ട് തോന്നിയേക്കാം, പക്ഷെ കമ്പനിയുടെ ബിസിനസ് മോഡൽ ഒരു ടെക്നോളജി ബേസ്ഡ് ഓട്ടോമേഷൻ ബിസിനസ് മോഡലാണ്. അതുകൊണ്ട് ഫിസിക്കൽ മാൻ പവർ സ്ട്രെങ്ത് കമ്പനിക്ക് വളരെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. കമ്പനിയുടെ ഫണ്ടമെന്റൽ അനാലിസിസ് അല്ലെങ്കിൽ കമ്പനിയുടെ വർക്കിംഗ് മോഡലും അതോടൊപ്പം തന്നെ കമ്പനിയെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടുകളും നമ്മൾ അനാലിസിസ് ചെയ്തു കഴിഞ്ഞു. ഇനി കമ്പനിയെ സംബന്ധിക്കുന്ന ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പരിശോധിക്കാം. 2018, 2019, 2020 എന്നീ വർഷങ്ങളിൽ ഇയർ ഓൺ ഇയറിൽ വളരെ നല്ലൊരു പെർഫോമൻസ് ആണ് കമ്പനി നടത്തിയത്. ടോട്ടൽ റവന്യൂ 2018 മാർച്ചിൽ 5094 കോടിയായിരുന്നു. 2019 മാർച്ചിൽ അത് 8523 കോടിയായി. 2020 മാർച്ചിൽ അത് 9681 കോടിയായി. അതുപോലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അഥവാ PAT നോക്കുകയാണെങ്കിലും 2018 മാർച്ചിൽ അത് 466 കോടിയായിരുന്നു. 2019 അത് 545 കോടിയായി. 2020 അത് 691 കോടിയായി. ഇനി 2020 ക്വാർട്ടർ 1 റിസൾട്ട് നോക്കുകയാണെങ്കിലും വളരെ നല്ല ഒരു പെർഫോമൻസ് ആണ് ക്വാർട്ടർ 1 റിസൾട്ടിലും കമ്പനി ചെയ്തത്. ഏകദേശം 269 കോടി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ കമ്പനി ഗെയിൻ ചെയ്തു കഴിഞ്ഞു. ഇനി ബാക്കി 3 ക്വാർട്ടറിന്റെയും കൂടെ റിസൾട്ട് വരാനുണ്ട്. ഇതുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ ഇയർ ഓൺ ഇയർ ബേസിൽ, അതായത് 2021 മാർച്ചിലെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ നോക്കിയാലും അവിടെയും നല്ല ഒരു ഹൈക്ക് തന്നെ നമ്മൾക്ക് ഈ കമ്പനിയിൽ നിന്നും പ്രതീക്ഷിക്കാം.
IPOയുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. IPO ഓപ്പൺ ആകുന്നത് 9th September 2020 മുതൽ 11th September 2020 വരെയാണ്. അതേസമയം മറ്റൊരു IPO ആയ ഹാപ്പിയസ്റ്റ് മൈൻഡിന്റെ IPO ഓപ്പൺ ആകുന്നത് 7th September 2020 മുതൽ 9th September 2020 വരെയാണ്. റൗട്ട് മൊബൈൽ ഈ IPO വഴി ഏകദേശം 600 കോടി രൂപയാണ് സമാഹരിക്കുന്നത്. ഇതിൽ 240 കോടി രൂപ ഫ്രഷ് ഇഷ്യൂ വഴിയും 360 കോടി രൂപ ഓഫർ ഫോർ സെയിൽ വഴിയുമാണ് സമാഹരിക്കുന്നത്. ഇനി ഫ്രഷ് ഇഷ്യൂവും ഓഫർ ഫോർ സെയിലും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ, ഫ്രഷ് ഇഷ്യൂ വഴി സമാഹരിക്കുന്ന തുക ഡയറക്റ്റ് കമ്പനിക്കാണ് കിട്ടുന്നത്, അതായത് റൗട്ട് മൊബൈലിനാണ് കിട്ടുന്നത്. ഓഫർ ഫോർ സെയിൽ വഴി സമാഹരിക്കുന്ന തുക കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സിനാണ് കിട്ടുന്നത്. ഇനി കമ്പനിയുടെ ഫേസ് വാല്യൂ നോക്കുകയാണെങ്കിൽ 10 രൂപ പെർ ഇക്വിറ്റി ഷെയർ ആണ് റൗട്ട് മൊബൈലിന്റെ ഫേസ് വാല്യൂ. കമ്പനിയുടെ IPO പ്രൈസ് അല്ലെങ്കിൽ IPOയുടെ ബ്രാൻഡ് നോക്കുകയാണെങ്കിൽ 345 മുതൽ 350 രൂപ വരെയാണ് IPOയുടെ പ്രൈസ് റേഞ്ച്. ഇനി മാർക്കറ്റ് ലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ലോട്ടിൽ 40 ഷെയർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്ലൈ ചെയ്യേണ്ട മിനിമം ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 40 ഷെയർ അല്ലെങ്കിൽ ഒരു ലോട്ടാണ്. ഒരു ലോട്ടിന് ഏകദേശം 14,000-ഓളം രൂപയാണ് വരുന്നത്. ഈ കമ്പനി NSEയിലും അതോടൊപ്പം തന്നെ BSEയിലും ലിസ്റ്റഡ് ആകുന്നു. റൗട്ട് മൊബൈൽ IPOയുടെ പ്രധാനപ്പെട്ട ഡേറ്റുകൾ നോക്കാം. IPO ഓപ്പൺ ആകുന്നത് 9th September 2020 IPO ക്ലോസ് ആകുന്നത് 11th September 2020 ഫൈനലൈസേഷൻ ബേസിസ് ഓഫ് അലോട്ട്മെന്റ് നടക്കുന്നത് 16 September 2020 IPO നമ്മൾക്ക് കിട്ടിയില്ലെങ്കിൽ റീഫണ്ട് ആയിട്ട് എമൗണ്ട് അക്കൗണ്ടിൽ വരുന്നത് 17th September 2020 IPO വഴി അലോട്ടഡ് ആയിട്ടുള്ള ഷെയറുകൾ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ വരുന്നത് 18th September 2020 IPOയുടെ ലിസ്റ്റിംഗ് ഡേറ്റ് 21 September 2020 റൂട്ട് മൊബൈൽ IPOയുടെ ലോട്ട് സൈസ് പരിശോധിക്കുകയാണെങ്കിൽ അപേക്ഷിക്കേണ്ട മിനിമം ലോട്ട് സൈസ് 1 ലോട്ടാണ്. അതായത് 1 ലോട്ടിൽ 40 ഷെയറുകളാണുള്ളത്. അതിന്റെ വില 14,000 രൂപയാണ്. ഒരു റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിന് മാക്സിമം അപേക്ഷിക്കാവുന്നത് 14 ലോട്ടുകളാണ്. അതുവഴി 560 ഷെയറുകൾ കിട്ടും. അതിന്റെ വില 1,96,000 രൂപയാണ്. IPO വരുന്നതിന് മുൻപ് കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ പ്രൊമോട്ടേഴ്സിന്റെ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ 96% അതിനുശേഷം IPOയ്ക്ക് ശേഷം അതിന്റെ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് 66.33% കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ആരൊക്കെയെന്ന് നോക്കിയാൽ സന്ദീപ് കുമാർ ഗുപ്ത, രജ്ദീപ് കുമാർ ഗുപ്ത എന്നീ രണ്ടുപേരാണ് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ്. ഇനി ഇൻവെസ്റ്റർ സൈസ് വഴി റൗട്ട് മൊബൈൽ IPOയുടെ കാറ്റഗറൈസേഷൻ നോക്കുകയാണെങ്കിൽ QIBയിൽ ഏകദേശം 50%, നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ 15%, റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിന്റെ ബ്രാക്കറ്റ് 35%. അതായത് ഹാപ്പിയസ്റ്റ് മൈൻഡ് IPOയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ IPO കിട്ടാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. കാരണം ഹാപ്പിയസ്റ്റ് മൈൻഡ് IPOയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിരിക്കുന്ന ബാൻഡ് 10% ഇതിൽ 35%. പക്ഷെ ലിസ്റ്റിംഗ് ഗെയിൻ നോക്കുകയാണെങ്കിൽ ലിസ്റ്റിംഗ് ഗെയിൻ ഹാപ്പിയസ്റ്റ് മൈൻഡ് IPOയ്ക്കാണ് കിട്ടാൻ കൂടുതൽ ചാൻസ്. കമ്പനി ഈ IPO വഴി സമാഹരിച്ച പൈസ എവിടെയൊക്കെയാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. ഒന്ന്, റീപേയ്മെന്റ് അല്ലെങ്കിൽ പ്രീ പേയ്മെന്റ് ഓഫ് സർട്ടൻ ബോറോവിങ്സ് ഓഫ് അവർ കമ്പനി. കമ്പനിയുടെ മുകളിലുള്ള ഡെപ്റ്റ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി കമ്പനി ഈ പൈസ ഉപയോഗിക്കും. രണ്ടാമത്, അക്വിസിഷൻ ഓഫ് അതർ സ്ട്രാറ്റജിക് ഇനിഷ്യേറ്റീവ്സ്. സെയിം ഫീൽഡിലുള്ള മറ്റ് സ്ട്രാറ്റജിക് കമ്പനികളെ അക്വയർ ചെയ്യുന്നതിന് വേണ്ടി ഈ പൈസ ഉപയോഗിക്കാം. മൂന്നാമതായി, കമ്പനിയുടെ ഓഫീസ് സെറ്റപ്പ് ഇൻ മുംബൈ. കമ്പനിയുടെ ഓഫീസ് മുംബൈയിൽ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കും. നാലാമത്തേത്, ജനറൽ കോർപ്പറേറ്റ് പർപ്പസ്. ഈ 4 പർപ്പസുകൾക്ക് വേണ്ടിയാണ് കമ്പനി ഈ IPO കൊണ്ടുവന്നത്. ഇനി കമ്പനിയുടെ സ്ട്രെങ്തിലേക്ക് പോകാം. കമ്പനിയുടെ പോസിറ്റീവ് ഫാക്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ക്ലൗഡ് സർവീസ് പ്രൊവൈഡറിലെ ലീഡിംഗ് കമ്പനിയാണ് റൗട്ട് മൊബൈൽ. കൂടാതെ ഈ കമ്പനി ഒരു മൾട്ടി ചാനൽ പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് സോഷ്യൽ മീഡിയ പ്ലസ് ഇന്റർനെറ്റിലെ ക്യാമ്പയിൻ, ഷെഡ്യൂളിംഗ്, റിപ്പോർട്ടിംഗ് തുടങ്ങിയ ആക്ടിവിറ്റീസിനെല്ലാം പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ ഈസി ടു യൂസ് ദ കൺസോൾ, പ്ലാൻ, ഡിപ്ലോയ് ആൻഡ് മോണിറ്റർ ക്യാമ്പയിൻസ്. അതായത് നമ്മൾ ആൾറെഡി മുകളിലത്തെ പോയിന്റിൽ കവർ ചെയ്ത് കഴിഞ്ഞു. ഗ്ലോബൽ ആൻഡ് ലോക്കൽ കസ്റ്റമൈസേഷൻ ഓഫ് എക്സ്പെർട്ടീസ്. അതായത് കമ്പനി ലോക്കൽ ലെവലിലും അതോടൊപ്പം തന്നെ കമ്പനിയുടെ ഗ്ലോബൽ പ്രസൻസും ഈ കമ്പനിയുടെ ഒരു പോസിറ്റീവ് ഫാക്ട് ആണ്. റൗട്ട് മൊബൈൽ എന്ന കമ്പനിയുടെ നെഗറ്റീവ് ഫാക്റ്റും അതോടൊപ്പം തന്നെ ഈ IPOയുടെ അസോസിയേറ്റീവ് ആയിരിക്കുന്ന റിസ്കുകളും പരിശോധിക്കാം. ഒന്നാമത്, കമ്പനിയുടെ കോമ്പറ്റീറ്റേഴ്സ് വളരെ കൂടുതലാണ്. രണ്ടാമത്, കമ്പനിക്ക് അതിന്റെ ഓപ്പറേഷൻസ് റൺ ചെയ്യുന്നതിന് വേണ്ടി തേർഡ് പാർട്ടി മൊബൈൽ നെറ്റ്വർക്ക്
പ്രൊവൈഡേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അതോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഒപ്പം ടെക്നോളജി എന്നിവയ്ക്ക് വേണ്ടിയും കമ്പനിക്ക് തേർഡ് പാർട്ടിയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അതായത് കമ്പനി ഒരു സെൽഫ് ഡിപ്പെൻഡന്റ് കമ്പനി അല്ല. നാലാമത് ഇൻകം ജനറേഷൻ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഇൻകം ജനറേഷനും വളരെ കുറവാണ്. അഞ്ചാമത് ട്രായിയുടെ സൈഡിൽ നിന്നും കമ്പനി ഫേസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ത്രെഡ്സുകളെ കുറിച്ചാണ്. എനി അൺഓതറൈസ്ഡ് മെസ്സേജസ് അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് വയലേഷൻസ് മുതലായവ ഉണ്ടായാൽ ട്രായിൽ നിന്നും ഈ കമ്പനി അതിന്റെ കോൺസിക്വൻസ് ഫേസ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം ഈ IPOയിൽ നിക്ഷേപിക്കുന്നതിന് മുൻപേ നിക്ഷേപകർ മനസ്സിലാക്കേണ്ട റിസ്കുകളാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്